പറയുന്ന ആളെ. അതേപോലെ വയഖൂലുൽ മുസ്ഹഫ്, മുസ്ഹഫ് നാളെ പരാതിപ്പെടും, യാ റബ്ബി പടച്ചവനേ മസ്സഖൂനി വഹറഖൂനി, എന്നെ പിച്ചു ചീന്തി കളഞ്ഞവരാണ് അല്ലാഹുവേ, എന്നെ കരിച്ചു കളഞ്ഞവരാണ്. BJP-ക്കാരല്ല സഹോദര, വിശ്വ ഹിന്ദു പരിഷത്തുകാരല്ല സഹോദര. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഗ്രന്ഥമാണ്. പരിശുദ്ധ ഖുർആൻ മാനവന്റെ വഴികാട്ടിയാണ്. പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ നീതി പുസ്തകമാണ്. പരിശുദ്ധ ഖുർആൻ സത്യത്തിന്റെ വഴിത്താരയാണ്. ആ ഖുർആനിനെ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ചിന്തിപ്പിക്കേണ്ടതും മുസ്ലിം ഉമ്മത്തെ നമ്മുടെ ബാധ്യതയാണ്. ഇന്ന് ആ ഖുർആൻ വീടിന്റെ ഷോക്കേസിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടല്ലേ ഞാനും നിങ്ങളും ഈ ദുനിയാവിൽ സഞ്ചരിക്കുന്നത്. ഈ ഖുർആൻ നമുക്കെതിരെ നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറയും നമുക്കെതിരെ. ഇന്ന് ഖുർആൻ ഓതുന്ന കഹ്ഫ് ഓതാൻ വേണ്ടി കഹ്ഫിന് പ്രത്യേകമായിട്ട് നമ്മൾ എഴുതി, പ്രത്യേകമായിട്ട് കഹ്ഫ് സൂറത്ത് മാത്രം ഒരു പുസ്തകം മാറ്റിവെച്ചു. എന്നാലും മൊത്തം ഖുർആൻ എടുക്കൂല ഒരു ജീവിതത്തിൽ. യാസീൻ മാത്രം നമ്മൾ പ്രത്യേക ഒരു ബുക്ക് ഉണ്ടാക്കി, യാസീൻ അത് മാത്രം നീ ഓതാവും. ഒരു കാരണവശാലും സാഫാത്ത് സൂറത്ത് ഓതാൻ പാടില്ല. അത് മാത്രം ഓതാൻ വേണ്ടിയാണല്ലോ. പരിശുദ്ധമായ ഖുർആൻ മുഴുവൻ എന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓതി തീർക്കണം എന്നുള്ളത് നമ്മുടെ ഹക്കാണ്, നമ്മുടെ ബാധ്യതയാണ്. ഖുർആൻ മുഴുവനും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓതി തീർക്കണം ഞാനും നിങ്ങളും. പിന്നെ ഞാനും നിങ്ങളും ഖുർആനായിട്ട് എന്ത് ബന്ധം ഖുർആനായിട്ട് എന്ത് ബന്ധം നമുക്കുള്ളത്? മെഗാ സീരിയൽ കണ്ടു തീർക്കാറുണ്ട്. പണ്ട് പ്രേംനസീറിന്റെ കാലഘട്ടത്തിൽ, ജയന്റെ കാലഘട്ടത്തിലുള്ള പാട്ടുകൾ പോലും നമ്മുടെ കുട്ടികൾക്കറിയാം, നമ്മുടെ കുടുംബക്കാരികൾക്കറിയാം, നമ്മുടെ കുടുംബിനികൾക്കറിയാം, ആ കഥകൾ അറിയാം. 1400 വർഷം പഴക്കമുള്ള പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഖത്തം നീ തീർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ഞാൻ ഒരുപാട് ഖത്തം തീർക്കാൻ ഉസ്താദന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എത്ര കൊടുക്കും? ഒരു ജുസുവിന് 75 പൈസ വെച്ച് 3 ഖത്തം തീർത്ത് 75 രൂപ കൊടുക്കും. 1 രൂപ പോലും ഇല്ല സംഭവം. എല്ലാവരും ഓതുവോ? കുത്തിയിരുന്ന ആൾ ഓതത്തില്ല. പിന്നെ ഓതിയെന്ന് പറയാ അത് പണ്ടൊരു മുസ്ലിയാരെ ഇങ്ങനെ ഏൽപ്പിച്ചല്ലോ. അയാൾ എൻ്റെ അടുത്തൊരു വിഷമം പറഞ്ഞു. ഞാൻ കരുനാഗപ്പള്ളിയിൽ ജോലി വെക്കുമ്പോൾ അയാളൊരു വിഷമം പറഞ്ഞു, ഉസ്താദെ ഒരു വീട്ടിൽ ഞാൻ ഇന്ന് സൈക്കിൾ ചവിട്ടി 3 ഖത്ത് ഓതി, എനിക്ക് 75 രൂപ. ഭയങ്കര വിഷമമായി പോയി ഉസ്താദ്. ഞാൻ ഇങ്ങോട്ട് മാറുന്നത് പറഞ്ഞു, അല്ല ഇതൊന്നും മുകളിലോട്ട് പറഞ്ഞു വിടല്ലേ, അതൊക്കെ എൻ്റെ കുടുംബക്കാരിലോട്ട് പോട്ടെ എന്ന്. അതുവാ മൊത്തം ഖത്ത് ഓതിയത്, ഇവരുടെ ഖത്ത് ഓതി. അത് തന്നെ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മൾ ഓതി നമ്മുടെ മക്കളെ കൊണ്ട് ഓദിക്ക്, ഖുർആൻ ഓദിക്ക്. വീട്ടില് സൂറത്തുൽ ബഖറ ദിവസം തോറും ഓദിപ്പീര്. എല്ലാ ഇടങ്ങേറ്, മുസീബത്ത്, ശൈത്താന്, പിശാച് ഒക്കെ പോകും. എല്ലാം ചാടും, വണ്ടി വിട്ടു പോകും. ആദ്യം ഓടുന്ന ചിലപ്പോൾ വാപ്പായിരിക്കും. ഒന്ന് നോക്ക്, സൂറത്തുൽ ബഖറ വീട്ടിൽ ഓതിയാൽ പിശാച് ചാടുമെന്ന് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. സൂറത്തുൽ വാഖിയ ഓത്, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യ്. സൂറത്തുൽ വാഖിയ ഓതിയാൽ ദാരിദ്ര്യം, കടം മാറി കിട്ടും. പരിശുദ്ധ ഖുർആൻ ഓത്. വാഖിയ ഓതിയാൽ, സൂറത്ത് യാസീൻ ഓതിയാൽ ഹാർട്ടിന്റെ രോഗം മാറി കിട്ടും. ആരെങ്കിലും സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂറത്ത് യാസീൻ ഓതിയാൽ ഖുദിയത്ത് ഹവായിജു, അവന്റെ അന്നത്തെ എല്ലാ ഹാജത്തും അല്ലാഹു നിറവേറ്റി തരും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് റഹ്മാൻ ഓത്. കല്യാണം നടക്കാത്തവന്റെ കല്യാണം നടക്കും, കല്യാണം നടക്കാത്തവളുടെ കല്യാണം അല്ലാഹു നടത്തി കൊടുക്കും. സൂറത്ത് റഹ്മാൻ പാരായണം ചെയ്യും. എത്ര സംഭവങ്ങൾ, ഓരോരോ ആയത്തുകൾക്ക് ഒരുപാട് ഉദാഹരണങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട്. പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യും. സൂറത്തുൽ കഹ്ഫ് ഓത് എല്ലാ വെള്ളിയാഴ്ചയും. നാളെ നേരം വിളിക്കുമ്പോൾ കഹ്ഫ് ഓത്. അടുത്ത ആഴ്ച വരെ നീ ഇൻഷുറൻസ്, അള്ളാഹു നിനക്ക് ഇൻഷുറൻസ് പ്രത്യേക രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിനക്ക് ഒരു ഇടങ്ങാറില്ല. അള്ളാഹു ദജ്ജാലിന്റെ ഫിത്ന ഫസാദിൽ നിന്ന് വരെ അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നീ പാരായണം ചെയ്യും. ഇതൊക്കെ എന്തിനുള്ളതാ? ഇല്ല എങ്കിൽ ഈ ഖുർആൻ നാളെ നമുക്കെതിരെ റബ്ബിന്റെ കോടതിയിൽ സംസാരിക്കുമെന്ന് ഔ കമാ ഖാല ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.